കാശ്മീരിലെ സാംബ പുഞ്ച് ജില്ലകളിൽ വീണ്ടും പാക് ഡ്രോണുകളുടെ കടന്നുകയറ്റം. സാംബയിലെ രാംഗഡ് സെക്ടറിലുള്ള കേസെ മഹാൻസാൻ ഗ്രാമത്തിന് സമീപമാണ് ആദ്യം ഡ്രോൺ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ വൈകിട്ട് 7:30 പുഞ്ചിലെ വേദ്വാർ ഗ്രാമത്തിന് മുകളിലും സംശയാസ്പദമായ പറക്കും വസ്തു ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യം ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർക്കുകയും പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ താഴ്വരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ ഡ്രോൺ കടന്നുകയറ്റമാണിത്. പുഞ്ചിൽ ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സൈനികർ വെടിയുതിർത്തു. ഇതോടെ ഡ്രോണുകൾ പാക് അധീന കാശ്മീരിലേക്ക് തിരിച്ചുപോയതായാണ് വിവരം. രാംഗഡ് സെക്ടറിൽ ഡ്രോൺ സാന്നിധ്യം ഉണ്ടായതോടെ പ്രദേശം പൂർണ്ണമായും സുരക്ഷാ സേനയുടെ വലയത്തിലാണ്. ഡ്രോണുകൾ വഴി ആയുധങ്ങളോ മയക്കുമരുന്നോ താഴേക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പുലർച്ചെ മുതൽ അതിർത്തി ഗ്രാമങ്ങളിൽ വൻ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ട പാകിസ്ഥാൻ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരർക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സാംബയിലെ പാലൂറ ഗ്രാമത്തിൽ ഡ്രോൺ വഴി നിക്ഷേപിച്ച 2 പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ, തിരകൾ എന്നിവ സുരക്ഷാ സേന പിടികൂടിയിരുന്നു. ഡ്രോൺ വഴിയുള്ള പ്രകോപനം അംഗീകരിക്കാനാവില്ലെന്നും ഇത് നിർത്തണമെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകി. അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാക് ചാരസംഘടനയായ ISIയുടെ ഒത്താശയോടെ നടക്കുന്ന ഈ നീക്കങ്ങളെ രാജ്യം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കൂടാതെ കരസേനാ മേധാവിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രജൌരി സെക്ടറിലെ ദുഗുല നബ്ല മേഖലയിലും പാക് ഡ്രോണുകൾ എത്തിയിരുന്നു. സൈന്യം നടത്തിയ വെടിവെപ്പിനെ തുടർന്ന് ഇവ പിൻവാങ്ങുകയായിരുന്നു. അതിർത്തിയിലെ ഇന്ത്യൻ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി പാകിസ്ഥാൻ വിന്യസിക്കുന്ന ചെറിയ പ്രതിരോധ ഡ്രോണുകളാണിതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എങ്കിലും ലഹരിമരുന്ന് കടത്താനും ആയുധങ്ങൾ എത്തിക്കാനും ഇവ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലഷ്കർ ഇ തോയ്ബയും ഖലിസ്ഥാനി തീവ്രവാദ ഗ്രൂപ്പുകളും ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ നിയന്ത്രണ രേഖയിൽ ആക്രമണം നടത്താനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായാണ് റിപ്പോർട്ട്. പാരാഗ്ലൈഡറുകളും അനുബന്ധ ഉപകരണങ്ങളും അടക്കം വ്യോമാക്രമണം നടത്താൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ LETയും ഖലിസ്ഥാനി ഗ്രൂപ്പുകളും സംഭരിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. വ്യോമാക്രമണങ്ങളും ഭീഷണികളും സംബന്ധിച്ച് തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ വലയത്തിൽ ഗുരുതരമായ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. വ്യോമ ഭീഷണികളെക്കുറിച്ചും അതിനെ നേരിടാനായുള്ള സമഗ്ര പ്രതിരോധ സൈനിക ക്രമീകരണങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ റിപ്പോർട്ടാണ് ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്തോ പാക് അതിർത്തിയിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണിത്. ഇന്തോ പാക് അതിർത്തിയിൽ വ്യോമാക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തി പ്രദേശത്ത് നിന്ന് ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അതിർത്തി സുരക്ഷാ സേന നിരവധി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ഇതിന്റെയും റിപ്പോർട്ടിന്റെയും സമീപകാല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മേഖലയിൽ നിരീക്ഷണവും പ്രതിരോധ സന്നാഹങ്ങളും വർദ്ധിച്ചതായാണ് വിവരം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി ഡ്രോണുകൾ പറത്തുന്നതായി ഒന്നിലധികം റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഡ്രോണുകൾ, റിമോട്ട് പൈലറ്റ് വെഹിക്കിളുകൾ, പാരാഗ്ലൈഡുകൾ, ഹാംഗ്ലൈഡുകൾ, സമാന ഉപകരണങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള വ്യോമാക്രമണ ഭീഷണികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.